നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുടുംബനാഥൻ തന്നെ കുടുംബാംഗങ്ങളെല്ലാം മോഷ്ടാക്കളെന്ന് സംശയിച്ച അതെങ്ങനെ ശരിയാവും? ഈ വീട്ടിൽ ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? പരസ്പരം സംശയിച്ചും കുറ്റപ്പെടുത്തിയും പഴിചാരിയുള്ളൊരു ജീവിതം അതാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മനോജിന് മാത്രമേ കഴിയൂ. അച്ഛന്റെ സമനില തെറ്റാതിരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. വസ്തുവിന്റെ പ്രമാണം എത്രയും പെട്ടെന്ന് വീണ്ടെടുത്ത് കൊടുക്കുക. ആ ബാധ്യത മനോജിന് മാത്രമാണ്. എല്ലാത്തിനും വേണ്ടത് ലക്ഷക്കണക്കിന് പണമാ. എന്റെ ചില്ലി പൈസയില്ല. ഇനി വല്ല വൃക്കയോ കരളോ വിൽക്കോ അല്ലാതെ ഒരു പരിഹാര മാർഗത്തിനും ഞാൻ വിചാരിച്ചാൽ കഴിയില്ല. നാണം കെട്ട ജന്മം. ഒന്നിനും കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ബിസിനസ് തുടങ്ങിയത്? കണ്ണടച്ച് തുറക്കും മുമ്പ് ലക്ഷങ്ങൾ തുറച്ച് കുടുംബം തകർക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താണോ? മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കിയാൽ മതിയെന്ന് തലയിൽ കൈ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ? അനുസരിച്ചോ നീ? ജനിപ്പിച്ച തന്തയെ പോലും കുരുത്തി കൊടുക്കാൻ മടിക്കാത്ത അസുര ജന്മം. അന്തരേ, സോമനങ്ങൾ വരുന്നുണ്ട്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. മോളെ, ഞാൻ ഇറങ്ങുകയാ. മാധവൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ. അവന്റെ ഈ അവസ്ഥയിൽ സഹതപിക്കാനല്ലാതെ എനിക്കെന്താ കഴിയുക? മനുഷ്യത്വമുള്ളവനും ശുദ്ധഗതിക്കാരനുമാണ് മാധവൻ. ആരെയും കയച്ച് സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ജഗൻ അറിയാത്തൊരു ചരിത്രം ഞാൻ പറയാം. കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കാൻ രൂപ 10 ലക്ഷമാ മാധവൻ എറിഞ്ഞു കൊടുത്തത്. അതും ഒരു രേഖയുമില്ലാതെ. ആ 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയോ അതുമില്ല. ശങ്കരൻ മരിച്ചപ്പോ വീട്ടുകാര് പോലും കൈമലർത്തി. തകർന്ന മനസ്സും മരവിച്ച ശരീരവുമായി അവിടെ നിന്ന് ഇറങ്ങിയ മാധവനെ ഞാൻ ഇന്നും ഓർക്കുന്നു. പണം കൊടുക്കാതെ കൊടുത്തുവെന്ന് വിളിച്ചു പോകുന്ന പെരുങ്കള്ളനുമായി മാധവൻ. അതുപോലെ പല സംഭവങ്ങളും എനിക്കറിയാം. കുടുംബത്തിലുള്ള ആരോ ചതിച്ചു എന്നാ മാധവൻ പറയുന്നത്. മാധവൻ കള്ളം പറയില്ല. ആര് ചതിച്ചാലും വന്ദനമോള് ചതിക്കില്ല എന്ന് അങ്കിളിനറിയാം. ഒരപേക്ഷയേയുള്ളൂ. വാസ്തവസ്ഥിതി അന്വേഷിച്ചറിഞ്ഞ് എങ്ങനെയും മാധവനെ രക്ഷിക്കണം. മാധവനെ കുറെ നാളുകൂടി ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ടാ. അതല്ല, ഇനി നിങ്ങൾക്കൊന്നും മാധവനെ വേണ്ടെങ്കിൽ ഇഞ്ഞി തന്നേക്ക്. ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ചങ്ങാതിയെ. സ്വന്തം ജീവനേക്കാൾ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ നിങ്ങൾക്ക് കിട്ടില്ല. എന്നോളം മാധവനെ നിങ്ങൾക്കറിയില്ല. ദുഃഖങ്ങളും ഭാരങ്ങളും ഇറക്കി വെക്കാൻ ആ മനുഷ്യൻ കിടന്ന് പാടുപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര പാവമാണ് എന്റെ മാധവൻ. അങ്കിള് വരട്ടെ മോളെ.
മനോജെ, അച്ഛനെ കുറിച്ച് ആങ്കിള് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ ഞങ്ങൾക്ക് വല്ലാതെ നൊന്തു. ആ ഒരു വികാരം പോലും മനോജിന് തോന്നുന്നില്ലേ? ഞാൻ പോകുന്നു വന്ദനെ. എവിടെ കൊണ്ട് വച്ച നീ? ഞാനിവിടെ വച്ചതാ. എവിടെ? പിള്ളേരെടുക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത്. ഛെ. എവിടെ കൊണ്ടു? ഞാനെവിടെ കൊണ്ട് വച്ച? നീ ഒന്ന് സമാധാനിക്ക് ചന്ദ്രു. ഞാനത് ഇവിടെ കൊണ്ട് വച്ചത്. ഈശ്വര, അതിവിടെ എവിടെയെങ്കിലും കാണും മാധവേട്ട. അത് ഞാനും കൊണ്ട് വച്ചതാ. അതെനിക്കറിയാം. മാധവേട്ടനൊന്ന് സമാധാനപ്പെടാം. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കട്ടെ. മോനെ, മോനെ, അത് മോനെ അറിയാതെ എങ്ങാനും എടുത്ത് മോന്റെ മുറി കൊണ്ട് വെച്ചിട്ടുണ്ടോ? ഓർത്ത് നോക്ക്. അന്ന് ഇല്ല എനിക്കറിയില്ല. ആ മോളെ, മോളെ സുഹിത്രേ, മോൾക്കാകുമ്പോ ഓർമ്മയാണ്. മോൾക്കറിയാം എവിടെ കൊണ്ട് വച്ചിരിക്കുന്നതെന്ന്. എനിക്കറിയില്ല അച്ഛാ. പിന്നെ അത് എവിടെയാ വച്ചിരിക്കുന്നത്? അയ്യോ. ആ മനോജെ, മോനെ മനോജെ, നിനക്കറിയോ ആ പ്രമാണം എവിടെയാ കൊണ്ട് വച്ചിരിക്കുന്നതെന്ന്? നിന്റെ മുറി കൊണ്ട് വച്ചിട്ടുണ്ടോ? പ്രകാശ്, ഇവന് പണ്ടേ കുസൃതിയാ. നമ്മളെ പറ്റിക്കാൻ ഓരോന്നും കൊണ്ട് ഒളിച്ചു വെക്കുമായിരുന്നു. പറയടാ, നീ എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? അമ്മ, ഞാനതിവിടെ കൊണ്ട് വച്ചിരുന്ന അമ്മേ. ഞാനിന്നെ എന്ത് ചെയ്യും? മാധവേട്ട ഒന്ന് കേക്ക്. നമ്മള് പ്രമാണ അൽമാരയിലല്ലേ വെച്ചിരുന്നത്. അത് അവിടെ ഇപ്പൊ കാണുന്നില്ല മാധവേട്ട. കാണുന്നില്ലെന്നോ? എല്ലാം അയ്യോ, അയ്യോ മാധവേട്ട. ഞാൻ എന്ത് ചെയ്യും? വിഷമിക്കല്ല മാധവേട്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.